സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള എന്ന് വെച്ചാൽ ഇന്ന് ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റുന്ന ഒരു വസ്തുവാണ് രുദ്രാക്ഷം. അപ്പോൾ ഈ രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യമാണ് ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ വേണ്ടി വരുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടതൊരു കാര്യമാണ്, സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാൻ പാടുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് പലരും പലതരത്തിലുള്ള ഉത്തരം പറയുന്നുണ്ട്. നമുക്കത് ഇതിലൂടെ പറയാം. അതുപോലെ തന്നെ ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്ന സാധനമാണോ? ഒറിജിനൽ രുദ്രാക്ഷം എവിടെയാണ് കിട്ടുക? തുടങ്ങി നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം ഈ പ്രഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കും. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഈ രുദ്രാക്ഷം എന്ന് നമ്മളെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രുദ്രാക്ഷം കണ്ടവരുണ്ട്. ഒറിജിനൽ രുദ്രാക്ഷം എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ടാവും പല ആൾക്കാരും. ചില ആൾക്കാർ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഒറിജിനൽ രുദ്രാക്ഷം ആവണം എന്നില്ല, കണ്ടത് തന്നെ. അപ്പോൾ മറ്റ് പല സന്യാസിമാരും ഇവരൊക്കെ ഇട്ടതായിട്ടുള്ള ഫോട്ടോയും സിനിമയിലൊക്കെ നമ്മൾ കാണാം. എന്നാൽ ഒറിജിനൽ രുദ്രാക്ഷത്തിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ കിട്ടാനുണ്ട് എന്ന് അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഏതായാലും നമ്മളോട് ചിന്തിക്കേണ്ടത് എന്താണ് രുദ്രാക്ഷം. ആദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഈ രുദ്രാക്ഷം? എന്താണ് ഈ രുദ്രാക്ഷം? എല്ലാവരും നമ്മളോട് ചോദിക്കാറില്ലേ? നമ്മളും ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, രുദ്രാക്ഷം എന്ന് പറയുന്നത് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ്. ഹിമാലയ സാനുക്കളിലൊക്കെ നല്ലപോലെ ഉണ്ടാകുന്നതാണ്. ഒരു മരമാണ്. ആ മരത്തിൻ്റെ ഇപ്പം മാങ്ങ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അണ്ടി ഒക്കെ ഉള്ളിലുണ്ടാവില്ലേ, അതുപോലെ മാംസളമായ ഭാഗങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുരുവാണ് യഥാർത്ഥത്തിൽ രുദ്രാക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രുദ്രാക്ഷം നമ്മുടെ കേരളത്തിലും ഇപ്പോൾ നല്ലതുപോലെ കാണാനുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഈ രുദ്രാക്ഷത്തിൻ്റെ മരമുണ്ട് എന്നർത്ഥം. ക്ഷേത്രങ്ങളിലോ മറ്റോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു രുദ്രാക്ഷ മരം നടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരായിട്ട് കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ രുദ്രാക്ഷത്തിൻ്റെ ചെടി അവർ നട്ട് അതിൻ്റെ കൃത്യമായ രീതിയിൽ പരിപാലിച്ചിട്ട ചെടി നിങ്ങൾക്ക് ലഭിക്കും. വേണ്ടി വന്നാൽ വീട്ടുമുറ്റത്ത് നടാനല്ല, അത് കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ന് മാത്രം. അവിടെ കേട്ടെ. അപ്പോൾ ആ ഒരു രുദ്രാക്ഷത്തിൻ്റെ പിന്നിൽ മറ്റൊരു ഐതിഹ്യം നമ്മുടെ പുരാണത്തിൽ പറയുന്നുണ്ട്. ദേവി മാഹാത്മ്യത്തിലും അതുപോലെ തന്നെ ശിവപുരാണത്തിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതിൽ ശിവൻ ആകെ മാനസികമായ സംഘർഷത്തിലുണ്ടായിരുന്നു ഒരു അവസരത്തിൽ. ദേവന്മാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആരാണോ രക്ഷകൻ, ആ രക്ഷകൻ്റെ അരികിലല്ലേ പോയിട്ട് പരാതി പറയാം. അങ്ങനെ ദേവന്മാരെല്ലാം വന്നിട്ട് ശിവനോടൊരു പരാതി പറഞ്ഞു. എന്താണെന്നറിയോ? ത്രിപുരന്മാരായിട്ടുള്ള അസുരന്മാരെ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ്, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് തരണം. ആരായി ത്രിപുരന്മാർ? ത്രിപുരൻ എന്ന് പറഞ്ഞാൽ താരകാസുരൻ്റെ മക്കളായിട്ടുള്ള 3 ആൾക്കാരാണ്. അതിൽ താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുത്മാലി, ഇങ്ങനെ 3 ആൾക്കാരാണ്. ഇവർ 3 പേരും ഇതേ ശിവനെ തന്നെ തപസ് ചെയ്തിട്ട് ഒരു വരം നേടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾക്ക് 3 ആൾക്കും വ്യത്യസ്തമായിട്ടുള്ള കൊട്ടാരം വേണം. അതൊന്ന് ആകാശത്തിലൂടെ ഇങ്ങനെ വിമാനം പോകുമ്പോൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു കൊട്ടാരമായിരിക്കണം, അത് സ്വർണം കൊണ്ടായിരിക്കണം. രണ്ടാമത് ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന, നമ്മുടെ ട്രെയിനെല്ലാം പോകുന്നില്ല, അതേപോലെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കൊട്ടാരമായിരിക്കണം, അത് വെള്ളി കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. മൂന്നാമത്തത് പാതാളത്തിലൂടെ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊട്ടാരമായിരിക്കണം. ഇത് ആർക്കും തകർക്കാനും പാടില്ല. ഇനി ഏതെങ്കിലും ഒരാൾ ഇത് തകർക്കണമെന്ന് ഉണ്ടാവട്ടെ, ഇത് 3ഉം ഒരേ ദിശയിൽ വരുന്ന സമയത്ത് ഒരൊറ്റ അസ്ത്രം കൊണ്ട് മാത്രമേ ഇത് തകർക്കാൻ പാടുള്ളൂ. ഇവർ പറഞ്ഞാൽ ആ അവസരത്തിൽ ഞങ്ങൾക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ ഇവർ പറഞ്ഞാൽ ഒരു 1000 കൊല്ലം കൂടുമ്പോൾ മാത്രമേ ഇത് ഒന്നിച്ച് വരാനും പാടുള്ളൂ. ഇത്തരത്തിലാണ് ഇവരുടെ വരങ്ങൾ. അതുപ്രകാരം ഈ പറയുന്ന ത്രിപുരന്മാരായിട്ടുള്ള ത്രിപുരം എന്ന് വെച്ചാൽ 3 പുരത്തിൻ്റെയും
നേതാക്കന്മാർ, രാജാക്കന്മാരായ ഇവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ, ഇവർ ഈ യാത്രയിൽ എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അതിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ദേവന്മാർ വന്നിട്ട് പരാതി പറഞ്ഞ സമയത്ത് ശിവനാകെ ചിന്താമഗ്നനായിട്ട് ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഈ മൂന്നിനെയും നശിപ്പിക്കണം. ഒരൊറ്റ അസ്ത്രം കൊണ്ട് തന്നെ തകർക്കുകയും വേണം. അത് 3 കൊട്ടാരം തകർന്നാൽ മാത്രമേ ഇവരെ നശിക്കുകയും ചെയ്യുള്ളൂ. എന്താ ചെയ്യുക? 1000 വർഷം കാത്തിരിക്കും വേണം. അങ്ങനെ പെട്ടെന്ന് ശിവൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം ഉദിക്കുകയും ആ സന്തോഷാശ്രു ആധിക്യത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഈ അശ്രുകണങ്ങൾ അടർന്നു വീണു എന്ന് പറഞ്ഞു. കണ്ണീർത്തുള്ളികൾ, സന്തോഷാശ്രുക്കൾ അടർന്നു വീണു എന്നാണ് പറയുന്നത്. അങ്ങനെ അടർന്നു വീണപ്പോൾ 3 കണ്ണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കണ്ണുനീർ വീണത്. കാരണം ഒരു കണ്ണിൽ നിന്ന് മാത്രമല്ല വീണത്. അപ്പോൾ അതിൽ ഒരു കണ്ണിൽ നിന്നും എന്ന് വെച്ചാൽ ഈ ഭഗവാന്റെ കണ്ണിനെ 3 തരത്തിലാണ് അറിയപ്പെടുന്നത്. ഒരു കണ്ണ് സൂര്യനേത്രമെന്നും സൂര്യനെ പോലെ ജ്വലിക്കുന്ന കണ്ണായിട്ടും, ഒരു നേത്രം ചന്ദ്രനേത്രമെന്നും, കാരണം ഈ വലതുവശത്തുള്ള കണ്ണിനെ സൂര്യനേത്രം എന്നാണ് പറയപ്പെടുന്നത്, ഇടതുവശത്തുള്ള കണ്ണിനെ ചന്ദ്രനേത്രമെന്നും, ഈ തൃക്കണ്ണായിട്ടുള്ള നെറ്റിയുടെ മുകളിലുള്ള ആ തൃക്കണ്ണ്, നമ്മൾ പറയില്ല കണ്ണ് തുറന്നിട്ട് അഗ്നി വന്നു എന്നെല്ലാം പറയില്ലേ, അപ്പോൾ ആ തൃക്കണ്ണായിട്ടുള്ള ആ ഇതിനെ അഗ്നിനേത്രം എന്നും കൂടിയാണ് പറയുക. അപ്പോൾ ഈ 3 കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ അടർന്നു വീണപ്പോൾ അത് ഭൂമിയിൽ പതിച്ചിട്ട്, അല്ലെങ്കിൽ അത് താഴെ പതിച്ചിട്ടാണ് അവിടെ ഈ തരത്തിലുള്ള രുദ്രാക്ഷം ഉണ്ടായതെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ രുദ്രൻ്റെ അക്ഷം, രുദ്ര എന്നും അക്ഷമെന്നും. അപ്പോൾ രുദ്രൻ ആരാ? ശിവൻ. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്, അക്ഷി എന്ന് പറഞ്ഞാലും കണ്ണ് തന്നെ. അപ്പോൾ രുദ്രൻ്റെ അക്ഷമായിട്ടുള്ളതിനെ രുദ്രാക്ഷം എന്ന് പറയാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ ഇത് 3 വ്യത്യസ്തമായിട്ടാണ് വീണത്. അപ്പോൾ ഇതൊരു ഐതിഹ്യമാണ്, പുരാണത്തിൽ പറയുന്നൊരു കാര്യമാണ്. എന്നിരുന്നാലും ഈ അടർന്നു വീണ സൂര്യനേത്രത്തിൽ നിന്നും അടർന്നു വീണ ആ അശ്രുബിന്ദുക്കൾ ചുവപ്പ് നിറത്തിലുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. സൂര്യൻ്റെ കിരണങ്ങൾ ചുവപ്പാണല്ലോ. അപ്പോൾ ആ ചുവപ്പ് നിറത്തിലുള്ള കിരണങ്ങൾ അടർന്നു വീണപ്പോൾ ആ രുദ്രാക്ഷം ചുവപ്പ് നിറത്തിലുള്ളതും, അതുപോലെ തന്നെ ചന്ദ്രമണ്ഡലത്ത്, കാരണം ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളയാണ് ഓർമ്മ വരും. അപ്പോൾ ചന്ദ്രൻ്റെ അല്ലെങ്കിൽ ചന്ദ്ര നേത്രത്തിൽ നിന്നും വീണത് എന്താണ്? വെളുത്ത രുദ്രാക്ഷമായിട്ടും, അഗ്നിയിൽ എന്ത് വിട്ടാലും കരിഞ്ഞു പോവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അഗ്നി നേത്രത്തിൽ നിന്ന് വന്നത് കറുപ്പായിട്ടുമാണ് തീർന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സൂര്യനേത്രത്തിൽ നിന്നും 12 തരത്തിലുള്ള രുദ്രാക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. ചന്ദ്രനേത്രത്തിൽ നിന്നും 16 തരത്തിലുള്ള രുദ്രാക്ഷമുണ്ടായി. അഗ്നിനേത്രത്തിൽ നിന്നും 10 തരത്തിലുള്ള ഈ രുദ്രാക്ഷമുണ്ടായി. അങ്ങനെ ടോട്ടൽ 38 തരത്തിലുള്ള രുദ്രാക്ഷമാണ് മൊത്തത്തിൽ നമുക്കിടയിലുള്ളത്. അപ്പോൾ ആ രുദ്രാക്ഷമാണ് ഇന്ന് നമുക്ക് പല തരത്തിലും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ രുദ്രാക്ഷത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതെന്താണ് എന്നുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ശരിക്കും എല്ലാവർക്കും ധരിക്കാൻ പാടുണ്ടോ? സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്. ഇത് ആർക്കൊക്കെയാണ് ധരിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? ഇവിടെ ചിന്തിക്കേണ്ടത് ഇതിൽ ജാതിയോ മതമോ വർണ്ണമോ ലിംഗഭേദമോ എന്ന് വെച്ചാൽ പുരുഷനോ സ്ത്രീയോ എന്നൊരു ഭവഭേദവും വേണ്ട, എല്ലാവർക്കും ധരിക്കാം. പക്ഷേ അതിന് കുറേ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളും ധരിച്ചു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം? ഇതെല്ലാവർക്കും ധരിക്കാം, പക്ഷേ ഈ ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം, അത് പറയാം. അപ്പോൾ അതിനു മുമ്പ് ഇത് ധരിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലേ നമുക്കിത് ധരിക്കാൻ ഒരു ആവേശം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അബദ്ധമായിട്ട് ഇത് ധരിക്കും, എങ്ങനെയൊക്കെയോ ധരിച്ചിട്ട് നമ്മൾ നാളെ ഒരു കുഴിയിലേക്ക് ചെന്ന് ചാടാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബം പോലും തകർന്നു പോകുന്ന തരത്തിലേക്ക് രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെ പരിഹസിക്കാനുള്ളതല്ല, ഇത് പവിത്രമായിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ധരിക്കണം, ഇന്നാൾ ധരിക്കണം, ഒരാളും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത് വിശ്വാസികൾ മാത്രം ധരിക്കുക, അല്ലാത്ത ആൾക്കാർ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരിക്കലും ധരിക്കാതിരിക്കുക. ഇത് പിള്ളേർ കളിയല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇത് ധരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിന് ശാന്തിയും അതുപോലെ തന്നെ സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകും. മനസ്സിന് ശാന്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ഇത് ധരിക്കുന്നതൊക്കെ കിട്ടും. പക്ഷേ ധരിക്കുന്നതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ധരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഇത് ധരിക്കേണ്ട വിധം അത് ആദ്യം അറിയണമല്ലോ. അത് വെറുതെ ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആർക്ക് വേണമെന്ന് ധരിക്കുക. അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇനി അതല്ല പ്രായഭേദമോ ഒന്നുമില്ല, ആർക്ക് വേണമെന്ന് ധരിക്കാം. പക്ഷെ ആ ധരിക്കുന്ന ആൾക്കാർ അത് ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് അവർ ജീവിതത്തിൽ പകർത്താൻ പറ്റണം. ഇവരൊരിക്കലും മത്സ്യമാംസാദികൾ കഴിക്കരുത്. മത്സ്യം, മാംസം, അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും, ആ ഉള്ളി വർഗത്തെപ്പെട്ട സാധനവും കഴിക്കരുത്. ഇതെന്തേ കഴിച്ചാൽ എന്നുള്ളതിന് ഞാൻ മറുപടി പറയാം. ഈ സാധനം കഴിക്കാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്ന ആൾ കഴിക്കാൻ പാടില്ല. മയക്കുമരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ല, മദ്യമൊക്കെ, അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല. പരദൂഷണം പറയാൻ പാടില്ല. കള്ളം, ചതി, വഞ്ചന എന്നിവ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് നിഷിദ്ധമാണ്. എന്തെന്നാൽ ഈ രുദ്രാക്ഷം ഇപ്പം നിങ്ങൾ ധരിച്ചു, ഇപ്പം ഞാൻ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രുദ്രാക്ഷം ധരിച്ച സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ ഈ രുദ്രാക്ഷം ധരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പം ഒന്ന് മത്സ്യം കഴിക്കണം, നമുക്ക് ഒരു സ്ഥലത്ത് മത്സ്യം കഴിക്കണം. ഇത് നിങ്ങൾ അഴിച്ചു വെക്കുക. രുദ്രാക്ഷം അഴിച്ചു വെച്ചിട്ട് മത്സ്യം കഴിച്ചോ കഴിക്കാത്തോ അതൊന്നും വിഷയമല്ല. പിന്നെ പുളി കഴിഞ്ഞതിന് ശേഷം ധരിക്കുക. ഇത് ഇട്ടുകൊണ്ടൊരിക്കലും അത് ചെയ്യരുത്. അപ്പോൾ ഇത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഇത് വേണം. അതുപോലെ രാത്രി കിടക്കുമ്പോൾ 100% ഇത് അഴിച്ചു വെക്കണം. സന്യാസിമാരല്ല, സന്യാസിമാരെന്ന് പറഞ്ഞാൽ കപട സന്യാസിമാരല്ല ഉദ്ദേശിച്ചത്, സാധാരണ സന്യാസിമാരല്ല, അല്ലാത്ത ഗൃഹസ്ഥ ആശ്രമികളായ ഏതൊരാളും ഇത് ധരിക്കുന്ന അവസരത്തിൽ രാത്രി കിടക്കുമ്പോൾ ഇത് അഴിച്ചു വെക്കണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത് അഴിച്ചു വെക്കണം. പരദൂഷണം, അതുപോലെ തന്നെ ചതി, വഞ്ചന, കളവ് ഇത് ഇട്ടുകൊണ്ട് ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ നെഗറ്റീവായിട്ടായിരിക്കും വരിക. ഇതിൽ നേരെ നെഗറ്റീവായിട്ട് നമ്മൾ ആർക്കെങ്കിലും അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ട് അടിക്കും, ദോഷം നേരെ ഇങ്ങോട്ട് വരും. അത് വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ട് നല്ലൊരു കളവ് പറഞ്ഞിരിക്കട്ടെ, ആ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിപരീത ഫലം നമുക്ക് ലഭിക്കും, ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ മത്സ്യമായാലും മാംസമായാലും എന്ത് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ വളരെ ദുരിതമാകും. അതൊക്കെ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മോശം ചിന്തകളൊന്നും പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ധരിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ പിന്നെ ഭക്ഷണമോ മറ്റു കാര്യങ്ങൾ കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് നമ്മൾ അഴിച്ചു വെച്ചിട്ട് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് ചിന്തിക്കണം. എന്നിട്ടേ ഇത് ധരിക്കണ്ടു. അതുകൊണ്ട് ധരിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല. അപ്പോൾ നമുക്ക് ചില ആൾക്കൊരു ചോദ്യം വരും, അപ്പോൾ സ്ത്രീകൾക്ക് ആർത്തവശുദ്ധിയുള്ള സമയത്തോ എന്ന് ചോദിക്കും. ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന വിസർജ്യ വസ്തുക്കളുണ്ടല്ലോ, അത് ഒരു തരത്തിലും നമ്മുടെ അശുദ്ധിയായിട്ട് നമ്മൾക്ക് അശുദ്ധിയല്ല, മറ്റുള്ളവർക്കാണ് അശുദ്ധി. എന്നിരുന്നാലും അങ്ങനെയുള്ള അശുദ്ധി ഇതിന് ബാധകമല്ല. ഉദാഹരണത്തിന് നമ്മൾ ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് മൂത്രം ഒഴിക്കണം. മൂത്രം എന്ന് പറഞ്ഞാൽ അശുദ്ധിയാണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അഴിക്കുന്ന സമയത്ത് ഇത് അഴിച്ചു വെക്കണമെന്നില്ല. മലവിസർജനം ചെയ്യുന്ന സമയത്ത് അഴിച്ചു വെക്കണമെന്നില്ല. ദന്തധാവനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കവം തുപ്പുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ വിസർജ്യ വസ്തുക്കളാണ്, മുറിഞ്ഞുപോയി രക്തമാണ്, അത് വിസർജ്യമാണ്. അതുപോലെ തന്നെ ആർത്തവ രക്തം വരുന്ന സമയത്തായാലും ഒരു യഥാർത്ഥ ഒരു വിശ്വാസി ഇത് ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന രീതി അഴിച്ചു വെക്കണമെന്നില്ല. അല്ലാത്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പുറമേ നിന്നുള്ള മാലിന്യങ്ങൾ, ഇപ്പോൾ കളവും പഞ്ചിനൊക്കെ വെച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കേണ്ടതാണ്. അതിൽ വെളിയിൽ നിന്ന് കടന്നു വരുന്ന സാധനമാണ്. ഒന്നിനോട് ആഗ്രഹം വരുന്ന അവസരത്തിൽ, ഒന്നിനെ പറ്റിച്ചിട്ട് എന്തെങ്കിലും നേടാൻ വരുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കടന്നു വരുന്ന എല്ലാത്തിൽ നിന്നും നമ്മളിതിന് സംരക്ഷണമേകണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും. ഇത് ധരിച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെന്നിരിക്കട്ടെ, വീട്ടിലെ ബാത്റൂമിൽ നിന്നോ കുളത്തിൽ നിന്നോ പുഴയിൽ നിന്നോ എവിടെന്നെങ്കിലും കുളിക്കുന്നിരിക്കട്ടെ, ഇത് ധരിച്ചിട്ട് കുളിക്കുന്ന ആൾക്കാർക്ക് പുണ്യനദിയിൽ കുളിച്ചതിൻ്റെ പുണ്യം ലഭിക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഗംഗ, യമുന ഒക്കെ ഉണ്ടല്ലോ, ആ നദിയിൽ കുളിച്ചതിൻ്റെ ഗുണം ലഭിക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ രുദ്രാക്ഷം ധരിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊരു ഓറയായിട്ട്, ഒരു രക്ഷാകവചമായിട്ട് ഇത് പ്രവർത്തിക്കും. ഇതൊരു ഓറയാണ്. ഇത് നമ്മുടെ ഓറ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയില്ല എന്താണെന്ന്. എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുവിൻ്റെ പുറകിൽ ഒരു സൂക്ഷ്മമായിട്ടൊരു വലയം ഉണ്ടാകും. ചില ആൾക്കാരുടെ വളരെ ശക്തിയുള്ളവർക്ക് അവരുടെ പ്രവർത്തനം പോസിറ്റീവായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ദൈവികമായ പ്രവർത്തനമാണെങ്കിൽ അവരുടെ ആ ശരീരത്തിലുള്ള ഓറ വലുതായിരിക്കും. അപ്പോൾ അവർക്ക് ആ വലിയ ഓറയുള്ള ആൾക്കാരെ പെട്ടെന്നൊന്നും മറ്റുള്ളവർക്ക് ചതിക്കാനോ വഞ്ചിക്കാനോ പറ്റിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അത് അത്രയും ശക്തമാണ്. അപ്പോൾ അവർക്ക് മറ്റുള്ള ദുഷിച്ച സംഭവങ്ങളൊന്നും അദ്ദേഹത്തിന് ഏൽക്കില്ല, ഈ ഓറ വലുതാവുന്നതിനനുസരിച്ച്.
എന്താണ് ഓറ? ഒരു പ്രകാശവും അതുപോലെ തന്നെ ഊർജവും കൂടി ചേർന്നിട്ട് ഒരു രക്ഷാ കവചമാണ് എന്നർത്ഥം. ഇത് എല്ലാ ശരീരത്തിലും ഉണ്ട്. ഓരോ ആളുടെ പ്രവൃത്തിക്കനുസരിച്ച് അതിന് വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും എന്നർത്ഥം. അപ്പോൾ ഇത് ഈ ഓറയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന രുദ്രാക്ഷം ധരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ആ ഓറയുടെ രക്ഷാകവചമായിട്ട് പോലും പ്രവർത്തിക്കും. അപ്പോൾ ഓറ അവർക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്നർത്ഥം. ഇനി മാത്രമല്ല, ഈ രുദ്രാക്ഷം ധരിക്കുന്ന ആൾ, കൃത്യമായി ഈ വിധത്തിൽ രുദ്രാക്ഷം ധരിക്കുന്ന ആൾ കള്ളം പറയാൻ പാടില്ല, ചതി ചെയ്യാൻ പാടില്ല, വഞ്ചന ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ള ഒരു ദോഷങ്ങളും ആർക്കും ചെയ്യാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല. ഇതൊക്കെ വേണം. ഇത് ധരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലാണ്. വെറുതെ രസത്തിന് വേണ്ടി, തമാശയ്ക്ക് വേണ്ടി ധരിക്കേണ്ട വസ്തുവല്ല. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് പിന്നീട് ദോഷകരമായി ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണെങ്കിൽ, ഞാൻ പറഞ്ഞു, നമ്മുടെ ഓറ ശുദ്ധീകരിച്ച് പോവുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ നമുക്ക് മാരണം ചെയ്തു എന്നിരിക്കട്ടെ, ആഭിചാരം ചെയ്തു എന്നിരിക്കട്ടെ, കൂടോത്രം ചെയ്തു എന്നിരിക്കട്ടെ, ഇതൊന്നും നമ്മൾ കേൾക്കില്ല. ഒരു കണ്ണേറ് ബാധിച്ചു എന്നിരിക്കട്ടെ, അതൊന്നും നമ്മൾ കേൾക്കില്ല. എന്നാൽ ഈ ഓറയുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് അതൊക്കെ നമ്മളിൽ നിന്നും അകന്നു നിൽക്കും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓറ ഒന്നാന്തരം രക്ഷാകവചമാണ്. ഭൂതപ്രേത പിശാചുക്കൾ പോലും, പലതരത്തിലുള്ള ബാധകൾ പോലും നമ്മളിൽ നിന്നും മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി മാത്രമല്ല, ഇവിടെ വേറൊരു ദോഷം കൂടി ഉണ്ടേ. ഇതേ അവസരത്തിൽ മറ്റൊരു ദോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ രുദ്രാക്ഷം ഇതൊക്കെ ഇട്ട് ധരിച്ചിട്ടുണ്ട് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ വഴിയിൽ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എനിക്കൊരു കണ്ണേറ് എന്നിലേക്ക് വന്നു. അപ്പോൾ അത് എന്താ സംഭവം എന്നറിയാം. ആ കണ്ണേറ് വന്ന സംബന്ധിച്ച് ചിലപ്പോൾ എന്നിലേക്ക് വന്നത് തട്ടിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരേക്കോ, അല്ലെങ്കിൽ അടുത്ത് ആരും ഇല്ലെങ്കിൽ അത് തിരിച്ച് ആർക്കാണോ കണ്ണേറുള്ളത്, ആരാണോ ബാധ നടത്തിയത്, ആരാണോ ആഭിചാരം നടത്തിയത്, അവരിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ളതുണ്ട്. ഒരു ദിവസം ഇട്ടാലല്ല, ഇത് സ്ഥിരമായിട്ട് അത് നമ്മുടെ ജീവിതത്തിലെ ആ രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യം അറിഞ്ഞ് ധരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മൊത്തത്തിൽ അത് രക്ഷാകവചമാണ്. അതുകൊണ്ട് ബാധയോ ഭൂതമോ പ്രേതമോ പിശാചോ അല്ലെങ്കിൽ ആഭിചാരമോ മാരണമോ കൂടോത്രമോ ഒന്നും തന്നെ ഇവരെ ബാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചിന്തിക്കേണ്ടത്? ഇത് ഔഷധം കൂടിയാണ് രുദ്രാക്ഷം. ഈ രുദ്രാക്ഷം നമ്മൾ രാത്രി കിടക്കുന്ന അവസരത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ്. അത് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ഔഷധമായിട്ട് ഗുണം ചെയ്യും, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ശാരീരികമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ രുദ്രാക്ഷ തെറാപ്പി എന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം പോലും ഇന്ന് നമ്മുടെ ഭാരതത്തിലെ ആകമാനം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്രയേറെ ഗുണമുള്ളതാണ്, ശാരീരികമായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇനി നമ്മളിത് ധരിച്ചും കൊണ്ട് നമ്മൾ ദീർഘയാത്ര പോവുകയാണെന്ന് ഇരിക്കട്ടെ. ദീർഘയാത്ര പോകുന്ന അവസരത്തിൽ നമ്മൾ രുദ്രാക്ഷം ധരിച്ചും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഈ യാത്രയിലുണ്ടാകുന്ന ദുരിതങ്ങൾ എന്ന് വെച്ചാൽ ക്ഷീണം, മറ്റുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും നമ്മളെ ബാധിക്കില്ല. ഇതിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു പരീക്ഷണം നടത്തി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കൊരു പരീക്ഷണം കാണിച്ചു തരും, ഇതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഇതൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ രുദ്രാക്ഷം ഉണ്ട്. ഇത് ഒരു രുദ്രാക്ഷമാണ്, കണ്ടല്ലോ. ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് വെള്ള രുദ്രാക്ഷമാണ്. ഇത് 3 മുഖത്തിൻ്റെ രുദ്രാക്ഷമാണ്. അപ്പോൾ ഇതെനിക്ക് ഞാൻ കാശിയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ രുദ്രാക്ഷമാലയാണ്. അപ്പോൾ ഈ രുദ്രാക്ഷം വെള്ള രുദ്രാക്ഷമാണ്. ഭഗവാന്റെ ഇടത് കണ്ണായിട്ട് ചന്ദ്ര നേത്രത്തിൽ നിന്നും വന്നിട്ടുള്ള രുദ്രാക്ഷമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രുദ്രാക്ഷം നമ്മളിപ്പോൾ ഒരു മാലയാണല്ലോ. നമ്മൾക്കിപ്പം ഒരു നെഗറ്റീവ്, ഒരാൾ നമുക്കൊരു ഭക്ഷണം തന്നു, അതിലിപ്പം വിഷം ചേർത്തിട്ടുണ്ടെന്നിരിക്കട്ടെ. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളെന്ത് വേണമെന്നറിയോ, നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. രുദ്രാക്ഷത്തിൻ്റെ മാല ഇങ്ങനെയുണ്ട്, ഉണ്ടല്ലോ. ഈ രുദ്രാക്ഷത്തിൻ്റെ മാല നമ്മളിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ പിടിക്കണമെന്നില്ല, എങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ തൂക്കി പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ വെച്ചു ഒരു ഭക്ഷണം, ഒരു വിഷം തന്നിട്ട്, വിഷം ഇട്ടിട്ടുള്ള ഒരു വെള്ളമാണെന്നിരിക്കട്ടെ, ഇട്ട് കഴിഞ്ഞാൽ ഈ മാല ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചലിക്കും. നമ്മൾ അനക്കാതെ പിടിച്ചോളൂ. ഒരു വിരലിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കി പിടിച്ചോളൂ. ഞാനതിവിടെ കാണിച്ചു തരാം, നോക്കുക. ഇത് ഹരിനാമ കീർത്തനം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. എല്ലാവരും കണ്ടല്ലോ. ഞാനിതിവിടെ വെക്കുകയാണ്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം
പുസ്തകം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നാണ് നമുക്കറിയേണ്ടത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളടക്കം നമുക്ക് ഗുണം ചെയ്യുന്നതാണോ എന്നറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നല്ലോ, നമുക്ക് കിട്ടുന്ന ഏതു വസ്തുവും ഇതുപോലെ നമുക്ക് നല്ലതാണോ മോശമാണോ എന്നറിയാം. നോക്കൂ, ഞാനിവിടുതാ ഈ രുദ്രാക്ഷത്തിൻ്റെ മാല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ രുദ്രാക്ഷത്തിൻ്റെ മാല ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മാല മുഴുവനായിട്ട് അനക്കം ഇല്ലാതെ പിടിക്കണം. പിടിക്കുന്ന ആളുടെ മനസ്സ് നിർമ്മലായിരിക്കണം. അവരുടെ മനസ്സിൽ നെഗറ്റീവോ പോസിറ്റീവിൻ്റെ ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നിഷ്കളങ്കമായ മനസ്സോട് കൂടി വേണം ഇത് പിടിക്കാൻ. എന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ മുകളിൽ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് വസ്തുവിൻ്റെ മുകളിൽ പിടിക്കുകയാണെങ്കിലും അത് നല്ല വസ്തുവാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്രദക്ഷിണം വെക്കുക, ഇടത്തു നിന്ന് വലത്തേക്ക്, എന്നുവെച്ചാൽ ഫോണിലെ ഈ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് പോലെയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുക. അങ്ങനെയാണ് ഇത് ഈ പറയുന്ന രുദ്രാക്ഷം കറങ്ങുന്നതെങ്കിൽ ഈ പുസ്തകമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനമാണോ ആ സാധനം നല്ലതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അതല്ലാന്നിരിക്കട്ടെ, അത് നേരെ തിരിച്ചാണ്, ആൻറ്റി ക്ലോക്ക് വേസിലാണ് കറങ്ങുന്നിരിക്കട്ടെ, ക്ലോക്ക് തിരിൻ്റെ സൂചി തിരിയുന്നതിൻ്റെ നേരെ എതിരായിട്ടാണ് കറങ്ങുന്നതെങ്കിൽ അത് നെഗറ്റീവാണ് എന്ന് ചിന്തിക്കാം. ഇനിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമാണ് ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗുണവുമല്ല ദോഷവുമല്ല എന്ന് ചിന്തിക്കാം. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇപ്പോഴിത് ക്ഷേത്രപ്രദക്ഷിണ വീതിയിലുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്ലോക്ക് ബേസിലാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ വളരെ നല്ലതാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് വട്ടത്തിലാണ് കറങ്ങുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇതേ സ്ഥാനത്ത് ആ പുസ്തകം മാറ്റിയിട്ട് മറ്റൊരു വസ്തു വെച്ച് നോക്കാം. എന്തായിരിക്കും അനുഭവം നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ഫോണാണ് വെച്ചിട്ടുള്ളത്. ഈ ഫോൺ വെച്ചിൽ തൊടുന്ന സമയത്ത് എന്താണ് അനുഭവം നോക്കിക്കേ. ഇതിപ്പോൾ നേരെ ആൻറ്റി ക്ലോക്ക് വേസിലാണ് കറങ്ങുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഏറെ ദോഷം ചെയ്യുന്നൊരു വസ്തുവാണ്. ശരീരത്തിനും മനസ്സിനും കുടുംബത്തിന് വരെ ദോഷം ഉണ്ടാക്കുന്ന വസ്തുവാണ് എന്ന വിധത്തിൽ, മാത്രമല്ല ഇതിൻ്റെ തരംഗങ്ങളൊക്കെ ദോഷം ചെയ്യുമെന്നുള്ള വിധത്തിൽ ഇത് ആൻറ്റി ക്ലോക്ക് വേസിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ദോഷമാണ് എന്നർത്ഥം. ഇനി വേറൊന്നും കൂടി നമുക്ക് നോക്കാം. ഇത് പല്ല് തേക്കുന്ന ഇച്ചിരി വേസ്റ്റ് കളയുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ ഇത് വെക്കുന്ന അവസരത്തിൽ എന്താണ് കാണുന്നത് നോക്കൂ. ഇതും മോശമായ വസ്തുവാണ്. എന്ന് വെച്ചാൽ ചൂലാവട്ടെ, അങ്ങനെ മാലിന്യമുള്ളതാവട്ടെ, വൃത്തികെട്ടതാവട്ടെ ഒക്കെ വേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ നമ്മൾ ഒരു ഭക്ഷണം ഒരാൾ തരുന്നു, ഒന്നും വേണ്ട, നിങ്ങൾ മത്സ്യവും മാംസവും എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പിന്നെ ആൻറ്റി ക്ലോക്ക് വേസിൽ കറങ്ങുന്നത് കാണാം. ശ്രേഷ്ഠമായ ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിൻ്റെ മുകളിലാണ് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോക്ക് വേസിൽ കറങ്ങുന്നത് കാണാം. ഒരു വിഷമിട്ട ഭക്ഷണം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും രുദ്രാക്ഷം കയ്യിലുണ്ടെങ്കിൽ അത് മോശമാണോ നല്ലതാണോ എന്നുള്ളത്. ഏതായാലും ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചു തരുന്നത് മാത്രം. അത്ര കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ മുകളിലാവട്ടെ, ഭക്ഷണത്തിൻ്റെ മുകളിലാകട്ടെ, ഇനി അതല്ല നമ്മൾ കിടക്കുന്ന കിടപ്പ് മുറിയാവട്ടെ, കിടക്കയിലെ ബെഡ്ഷീറ്റ് ആവട്ടെ, നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, ഏത് വസ്തുവിൻ്റെ മുകളിൽ പിടിച്ചാലും അത് മോശമായിട്ടുണ്ടോ നല്ലതാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ലതിനെയും ചീത്തയും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിത് ധരിക്കുന്ന ആൾക്കാർക്ക് ഇത് ധരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ഒരു സംരക്ഷണമേകി ഇത്തരത്തിലുള്ള നെഗറ്റീവിനെ നമ്മളിലേക്ക് എത്തിക്കാതെ, മാത്രമല്ല നെഗറ്റീവിനെ തിരിച്ചറിയുന്ന വിധത്തിൽ നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷവും കാര്യങ്ങളൊക്കെ തരുന്നു. ഇത് കൂടാതെ നമുക്ക് നല്ലതുപോലെ ഏകാഗ്രതയുണ്ടാകും. അതുകൂടാതെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഗൃഹത്തിൽ നല്ലപോലെ പ്രീതി വർദ്ധിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും ധരിക്കുന്നതാണെങ്കിൽ ആ വീട്ടിലെപ്പോഴും ശാന്തിയും സമാധാനം, കലഹവുമോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ അവിടെ പ്രീതി ഉണ്ടാവും, അത് അഭിവൃദ്ധി ഉണ്ടാകും ഗൃഹത്തിൽ എന്നർത്ഥം. മാത്രമല്ല ഈ രുദ്രാക്ഷം ധരിച്ചവരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നത് പോലും പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അവരോട് അത്രയും ശ്രേഷ്ഠമാണ്. എന്നാൽ ഈ രുദ്രാക്ഷം കപടന്മാരായ ആൾക്കാർ ധരിക്കാറുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആൾക്കാർ രുദ്രാക്ഷം ഇങ്ങനെ മാല പോലെ കട്ടിയിൽ ഇങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള മാല ആക്കിയിട്ട് കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇതൊക്കെ രുദ്രാക്ഷമാണേ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഒന്നാന്തരം തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ആൾക്കാർ. രുദ്രാക്ഷത്തിൻ്റെ പറയുന്നത് നല്ല സ്വാമിയാണ് എന്നൊക്കെ നാട്യത്തിൽ കുറേ കള്ളന്മാർ ഇത്തരത്തിലുണ്ട്. അവർക്കൊക്കെ വളരെ ദയനീയമായിട്ടുള്ള മരണം അല്ലെങ്കിൽ പലതരം ദുരിതങ്ങൾ പിന്നീട് കാണേണ്ടത് വന്നതുമുണ്ട്.
അപ്പം ഇത് നമ്മൾ ധരിക്കുമ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി വേണം ധരിക്കാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ധരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ധരിക്കേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ രുദ്രാക്ഷം നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ശരിക്കും രുദ്രാക്ഷം ധരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട വെച്ചാൽ ഇതാ, ഇപ്പോൾ എൻ്റെ ഈ കഴുത്തിലുള്ള രുദ്രാക്ഷം ഉണ്ടല്ലോ, ഇത് കടലയുടെ വലിപ്പമുള്ള രുദ്രാക്ഷമാണ്. ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടല്ലോ, ഇത് കടല വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ്. ഈ കടല വലിപ്പത്തിന് താഴോട്ടേക്ക് ഉള്ളത് ഗുണം കുറയും. എന്നാൽ ഈ കടല വലിപ്പത്തിന് മേൽപോട്ട് എത്ര വലിപ്പം വരുന്നോ അത്രയും ഗുണമാണ് ഈ പറയുന്ന രുദ്രാക്ഷത്തിന്. എന്ന് വെച്ചാൽ നെല്ലിക്ക വലിപ്പം വരെയുള്ള രുദ്രാക്ഷം ഉണ്ടാകും. അപ്പോൾ വ്യത്യസ്തമായ രുദ്രാക്ഷം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ രുദ്രാക്ഷം നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് വേണം, ഇപ്പം നമ്മളിപ്പം നല്ല രുദ്രാക്ഷം കുറേ കൊണ്ടുവന്നു. അതിനുശേഷം എന്താ വെച്ചാൽ ഈ രുദ്രാക്ഷം നമ്മൾ നല്ലപോലെ ചിലപ്പം കായയുടെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ മാംസള ഭാഗങ്ങളിലൊക്കെ കളഞ്ഞ് ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്തിട്ട് അത് കളഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യണം, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പേടാണ്, ഒന്നിനും കൊള്ളാത്തതാണ്, പെട്ടെന്ന് തന്നെ മോശമായി പോകും. ഇനി അതല്ല അത് വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഗുണമുള്ള സാധനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം, അതുകൊണ്ട് വേണം നമ്മൾ മാല കെട്ടാനോ മറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ത് വേണം, ഇത് നമ്മൾ ധരിക്കുന്നത് എവിടെയൊക്കെ നമുക്ക് ധരിക്കാൻ പറ്റുമെന്നറിയോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ കണ്ഠത്തിൽ ഒരെണ്ണം മാത്രമായിട്ട് ചില ആൾക്കാർ കഴുത്തിനോട് ചേർത്ത് ഇങ്ങനെ കെട്ടും. അതുപോലെ തന്നെ മാലയായിട്ട് ഇതുപോലെ ധരിക്കാം. അതുപോലെ തന്നെ ശിഖയിൽ മുടി കൂടുതലുള്ള ആൾക്കാർ, സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ സന്യാസിമാരൊക്കെ ശിഖയിൽ ഇങ്ങനെ കെട്ടും. അതുപോലെ തന്നെ കൈക്ക് ഇവിടെ വള പോലെ കെട്ടാറുണ്ട്, ഇങ്ങനെ ഭുജത്തിൽ ഇവിടെയും കെട്ടാറുണ്ട്. ഇതൊക്കെ ധരിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യണം. എന്നിരുന്നാലും സാധാരണക്കാരായ ഏതൊരാൾക്കാർക്കും ഒരു രുദ്രാക്ഷം നമുക്ക് കഴുത്തിൽ കെട്ടി നടക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് മാലയായിട്ട് ധരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പൈസ വരും, അത്രയും രുദ്രാക്ഷം നമ്മൾ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ രുദ്രാക്ഷം ധരിക്കുന്ന സമയത്ത് ഓരോ രുദ്രാക്ഷത്തിൻ്റെയും ഓരോ നവഗ്രഹ സങ്കല്പത്തിൽ കണക്കാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏകമുഖ രുദ്രാക്ഷം എന്ന് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തത്തിൽ നമ്മൾക്ക് 38 തരം രുദ്രാക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏകമുഖ രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ അത് സൂര്യൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ജ്യോതിഷത്തിൽ സൂര്യൻ്റെ പ്രതീകമാണ്. അപ്പോൾ സൂര്യദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ധരിക്കുന്നതൊക്കെ ഗുണമാണ്. രണ്ടാമത്തെ രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ ഗൗരീശങ്കരം എന്നാണ് പറയുക. ശിവനും പാർവതിയും കൂടി ഒന്നിച്ചുള്ള ആ ശക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ രുദ്രാക്ഷം, രണ്ട് മുഖമുള്ള രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രദശ ഉള്ള ആൾക്കാർക്ക് വളരെ ഗുണമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് രണ്ട് രുദ്രാക്ഷം എന്ന് പറയുന്നത്, രണ്ട് മുഖമുള്ള രുദ്രാക്ഷം. 3 മുഖമുള്ള രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ചൊവ്വാദോഷമുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്, അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരും. 4 മുഖമുള്ളതെന്ന് പറഞ്ഞാൽ ബുധദോഷം, ബുധദശയുടെ എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനും. 5 മുഖം എന്ന് പറഞ്ഞാൽ വ്യാഴദശയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യാഴദശയിൽ ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടും. 6 മുഖം എന്ന് പറയുമ്പോൾ ശുക്രദശ, എല്ലാവരും ആയിരിക്കും ശുക്രദശ വളരെ നല്ലതാണെന്നിരിക്കും, പക്ഷേ ശുക്രദശ ചിലർക്ക് ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് 6 മുഖമുള്ളതും. 7 മുഖമുള്ളത് ശനിദശയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടും. 8 മുഖമുള്ളത് രാഹുദശക്കും. 9 മുഖമുള്ളത് കേതുദശക്കും ഗുണകരമായി വർത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രുദ്രാക്ഷം നമ്മൾ ശുദ്ധി ചെയ്തെടുത്തതിന് ശേഷം അതാത് ദേവതയുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് വേണം ധരിക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യവും മാംസവും ലഹരിയും ഒന്നും ഇത് ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ധരിച്ചിട്ട് നേരെ നെഗറ്റീവായിട്ട് വരും. ഇപ്പോൾ ശനിദോഷം ഉള്ളവനാണെങ്കിൽ ആ ശനീൻ്റെ മൂർധന്യത്തിലേക്ക് നമ്മൾ എത്തിക്കും. ചൊവ്വാദോഷമാണെങ്കിൽ ആ ചൊവ്വാദോഷം കൊണ്ട് തന്നെ നമ്മൾ മുടിഞ്ഞ് അറണക്കല്ല് പിടിക്കും. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മൾക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മൾ ധരിക്കുന്ന അവസരത്തിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലോ. ഇനി ഈ രുദ്രാക്ഷത്തിൽ തന്നെ വേറെ പ്രത്യേകതയുണ്ട്. ഓരോ മുഖത്തിൻ്റെയും പ്രത്യേകതകൾ വേറെ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അത് പ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ ഒരു മുഖ രുദ്രാക്ഷം അത് ശിവസ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ഒരു സ്വസ്തി പഞ്ചകം എന്ന് പറയുന്നൊരു ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് അത് ശിവസ്വരൂപമായിട്ട് ഇത് ധരിച്ചു കഴിഞ്ഞാൽ, എല്ലാം ധരിച്ചു കഴിഞ്ഞാൽ ഗുണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഗുണങ്ങളൊന്നും ഓരോ മുഖത്തിൻ്റെയും ഗുണങ്ങളും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്രയേറെയുണ്ട്. 2 മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഗൗരീശങ്കരം എന്നുള്ളതാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാവങ്ങളെല്ലാം ഇല്ലാതെയാകും എന്നാണ് പറയുന്നത്.
ഏകമുഖ രുദ്രാക്ഷം ധരിച്ചാൽ ബ്രഹ്മഹത്യാഭാവം പോലും ഇല്ലാതെയാകുമെന്ന് പറയുന്നു. അതെന്തോ ആവട്ടെ, അത് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. 3 മുഖ രുദ്രാക്ഷം എന്ന് വെച്ചാൽ ഇത് അഗ്നിസ്വരൂപമാണ്. അപ്പോൾ ഇതും നമ്മുടെ പാപങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ് എന്ന് പറയുന്നു. അതുപോലെ 4 മുഖ രുദ്രാക്ഷമുണ്ട്. ഇത് ബ്രഹ്മാവിൻ്റെ ചൈതന്യത്തെ ഇതാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വതവേയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ 4 മുഖവും 5 മുഖവും യഥേഷ്ടം കിട്ടും. അത് കൂടുതൽ ധരിക്കുന്നതാണ് നമുക്ക് നല്ലത്. 4 മുഖം ധരിക്കുക, 5 മുഖം. ഒരു മാലയെല്ലാം കിട്ടുമ്പോൾ പലതരത്തിലുള്ള മുഖം വരാതെ ഒരേ മുഖമുള്ളത് വരുന്നതാണ് ഉത്തമം. ഉദാഹരണത്തിന് ഈ മാല എന്ന് പറയുന്നത് 3 മുഖമാണ്. ഈ 3 മുഖമുള്ള ത്രിമൂർത്തി ഭാവത്തിലുള്ള രുദ്രാക്ഷമാണ് ഇത്. ഈ 3 മുഖമുള്ള രുദ്രാക്ഷമാല ധരിക്കുന്ന ആൾക്കാരെ 3 അഗ്നികളും സന്തോഷിച്ചനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല കുടുംബത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഈ 3 മുഖ രുദ്രാക്ഷം വളരെ ഉത്തമമാണെന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഇത് വെള്ള രുദ്രാക്ഷമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ എൻ്റെ ഈ മാലയുടെ അറ്റത്തുള്ളത് ഇത് കറുത്ത രുദ്രാക്ഷമാണ്. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും എടുത്തിട്ട് ഞാൻ തന്നെ വെള്ളിയിൽ കെട്ടിച്ചിട്ടുള്ള രുദ്രാക്ഷമാണിത്. അപ്പോൾ ഈ മുഖം ഇത് നോക്കിയാൽ ഇത് കറുത്ത രുദ്രാക്ഷമാണ്. എന്നാൽ ഇത് ചുവന്ന രുദ്രാക്ഷമാണ്. ഇത് 3 വ്യത്യസ്തമായിട്ടുള്ള രുദ്രാക്ഷങ്ങളാണ്. ഇത് പഞ്ചമുഖിയാണ്. ഇത് 3 മുഖമാണ്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. ഈ മുഖങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവുമോ എന്ന് എനിക്ക് പറയാനില്ല. ഇത് ക്യാമറയിൽ കാണുമോ എന്ന് എനിക്കറിയില്ല. ഇതാ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഒരു കീറ് കണ്ടില്ലേ, ഒരു ചാല് കീറിയതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇത് താഴെ വേറെ തന്നെ ഇട്ടാൽ അന്നേരം മനസ്സിലാവില്ല. ഇതാണ് മുഖമായിട്ട് വരുന്നത്. എത്ര കീറുകളുണ്ടോ അത്രയും മുഖം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 5 മുഖ രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ അത് പഞ്ചബ്രഹ്മസ്വരൂപം എന്ന് വെച്ചാൽ ഇത് പഞ്ചബ്രഹ്മസ്വരൂപമായിട്ടുള്ള 5 മുഖ രുദ്രാക്ഷം. ഇത് മഹേശ്വര പ്രീതിക്ക് വളരെ ഗുണമാണ്. കാലാഗ്നി സ്വരൂപം കൂടിയാണ് ഇത് ധരിച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കുന്ന പറയുന്നത്. ഇത് ധരിച്ച ആൾ നമ്മുടെ വീട്ടിൽ താമസിച്ച തന്നെ ആ വീട് ധന്യമാകും എന്ന് പറയുന്നു. അതുപോലെ 6 മുഖ രുദ്രാക്ഷം അത് കാർത്തികേയനെയും അതുപോലെ ഗണപതി ഭഗവാന്റെയും പ്രസാദത്തിന് വളരെയേറെ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് വലത് കൈയിൽ ധരിക്കുന്നത് വളരെയേറെ പ്രീതി ഉണ്ടാകും എന്ന് പറയുന്നു 6 മുഖ രുദ്രാക്ഷം. അതുപോലെ 7 മുഖ രുദ്രാക്ഷം സപ്തമാതാക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ ഉപകരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ 8 മുഖ രുദ്രാക്ഷം അതും വിനായകനെ എന്നുവെച്ചാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രം ആകും. എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കാൻ ഈ 8 മുഖ രുദ്രാക്ഷം ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. 9 മുഖ രുദ്രാക്ഷം യമസ്വരൂപത്തിനെ അല്ലെങ്കിൽ യമൻ്റെ ചില രോഗദുരിതങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് 9 മുഖ രുദ്രാക്ഷം വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ ഇതുണ്ട്. ഞാനതങ്ങനെ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സമയം പോകും. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ രുദ്രാക്ഷം ധരിക്കുന്നത് 100% മഹേശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എൻ്റെ അടുത്ത് വ്യത്യസ്തമായിട്ട് നിരവധി രുദ്രാക്ഷങ്ങളുണ്ട്. ഇതൊക്കെ രുദ്രാക്ഷങ്ങളാണ്. ഇതൊക്കെ ഓരോ ഭാഗത്തു നിന്ന് ഞാനിപ്പോൾ കാശിയിലേക്കോ മറ്റും പോകുന്ന സമയത്തൊക്കെ ഇതാക്കിയതും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആ മരത്തിൽ നിന്നും ഉള്ള ആ വ്യക്തിയോട് ചോദിച്ച് വാങ്ങിച്ചിട്ടൊക്കെ കിട്ടിയിട്ടുള്ള രുദ്രാക്ഷങ്ങളാണ്. അപ്പോൾ ഈ രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് എപ്പോഴും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെതായ കാര്യത്തിൽ നമ്മൾ നിൽക്കണം. ഇല്ല എങ്കിൽ നമുക്ക് ദോഷം ചെയ്യും എന്നുകൂടി മനസ്സിലാക്കാം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്. ഞാനിപ്പോൾ നിരവധി രുദ്രാക്ഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിൻ്റെയൊക്കെ ഫോട്ടോ കൂടി ഞാൻ താഴെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ, ഇതിൽ ഒറിജിനലിനും വ്യാജനും ഉണ്ടാവും. ഒറിജിനലിനേക്കാളും കൂടുതൽ വ്യാജന്മാരുണ്ട്. അപ്പോൾ ഒറിജിനൽ രുദ്രാക്ഷം തന്നെ നമ്മൾ വാങ്ങിക്കാം. ചില ആൾക്കാർ ചെയ്യുന്ന ശരി അടക്ക ഉണ്ടല്ലോ, അടക്ക, ഈ അടക്ക തന്നെ മിഷീനിലിട്ടിട്ട് രുദ്രാക്ഷം പോലെ ആക്കിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ഫൈബറിൻ്റെ അത് വരുന്നുണ്ട്. പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ കിട്ടും. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ രുദ്രാക്ഷം തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എവിടെ നിന്നും രുദ്രാക്ഷം കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ ഈ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. രുദ്രാക്ഷം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. എല്ലാ മുഖവും എൻ്റെ അടുത്ത് കിട്ടണമെന്നില്ല. ഉള്ള 4ഉം 5ഉം യഥേഷ്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തരാം. ക്ലീൻ ചെയ്ത് ശുദ്ധി ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം. യഥാർത്ഥത്തിൽ നമുക്ക് കുറേ കൂടി ഈടും ഉറപ്പും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ രുദ്രാക്ഷം
ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിലിട്ടിട്ട് താഴ്ന്നു കിടക്കുന്ന രുദ്രാക്ഷം എടുത്തതിന് ശേഷം അത് നമ്മൾ എള്ളെണ്ണയിൽ ഇട്ട് വെക്കുക. നല്ലെണ്ണയിൽ നമ്മൾ ഇട്ട് വെക്കുക. വേറെ വെളിച്ചെണ്ണയും മറ്റുമല്ല, എള്ളെണ്ണയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫലമാവും. കുറച്ച് ഒരു 2-3 മാസം ഇട്ട് കഴിഞ്ഞാൽ അത്രയും, 6 മാസം ഇട്ടാൽ അത്രയും നല്ലത്, 1 കൊല്ലം ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ നല്ല ബലം കിട്ടും അതിന്. അത് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാനും കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ രുദ്രാക്ഷത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ടാവുമല്ലോ. ആ സംശയങ്ങൾ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും രുദ്രാക്ഷത്തിൻ്റെ മരം ഉണ്ടെങ്കിൽ അതും പറയുക, ഇന്ന സ്ഥലത്ത് രുദ്രാക്ഷത്തിൻ്റെ മരമുണ്ട് എന്ന്. നിങ്ങളിൽ ആരെങ്കിലും രുദ്രാക്ഷം ധരിക്കുന്നവരാണെങ്കിൽ പറയാം, ഞാൻ രുദ്രാക്ഷം ധരിക്കുന്നതാണ് എന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം ഉറപ്പിക്കുക, രുദ്രാക്ഷം ധരിച്ചാൽ അത്രയേറെ ഗുണമാണ്. പക്ഷേ അത് ധരിക്കേണ്ട വിധത്തിൽ മാത്രം ധരിക്കുക, അല്ലെങ്കിൽ നാളെ നമുക്ക് ദോഷമായി തീരും എന്ന് കൃത്യമായിട്ട് ഓർമ്മ വേണം. രുദ്രാക്ഷം കൊണ്ട് നമ്മൾ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ എത്ര കണ്ട് ഗുണമുണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഭൂത പ്രേത പിശാചുക്കളും മറ്റു ബാധകളും അതുപോലെ തന്നെ ഈ ആഭിചാരം, മാരണം, അതുപോലെ തന്നെ കൂടോത്രം തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൽ നിന്നും നമുക്ക് സംരക്ഷണമേകുന്നതാണ് ഈ രുദ്രാക്ഷം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ആ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ വ്യക്തമായിട്ട് പറയുക, പരദൂഷണം പറയരുത്, കളവ് പറയരുത്, ചതിവ് ചെയ്യരുത്, വഞ്ചന ചെയ്യരുത്, മത്സ്യമാംസാദികൾ കഴിക്കരുത്, ലഹരികൾ ഉപയോഗിക്കരുത്, ഇത് ധരിച്ചുകൊണ്ട് കിടക്കരുത്. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്തൊന്നും ഇത് ധരിക്കരുത് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്തൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.